ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഞാൻ നേരത്തെ തന്നെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഹാസ് ബീൻ ഡിവൈഡഡ് ആസ് ത്രീ: ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി, medieval Indian history and the modern Indian history. അപ്പോൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്. ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിൽ ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ദി ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, പിന്നെ സോഷ്യൽ മൂവ്മെന്റ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു ഏരിയയാണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്നുള്ളത്. നിങ്ങളൊക്കെ ഒരുപക്ഷെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ, ചെറിയ ക്ലാസ്സുകളിൽ, ഇപ്പോൾ ഹൈസ്കൂൾ ലെവലിലൊക്കെ ഹിസ്റ്ററി നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണല്ലോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഭാഗം, ഈ പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്നുള്ള, അതായത് ബംഗാൾ വിഭജനം, തീർച്ചയായിട്ടും കമക്രോസ് ചെയ്ത ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ നമ്മൾ എന്താണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ, അതിന്റെ കാരണങ്ങൾ എന്തായിരുന്നു, അതിന്റെ കോൺസിക്വൻസസ് എന്തായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്ന് പറയുമ്പോൾ ഇതാണ്, അതായത് വാട്ട് വി വിൽ സ്റ്റഡി ഇൻ പാർട്ടീഷൻ ഓഫ് ബംഗാൾ. അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, ഗവൺമെന്റ് വേർഷൻ, പാർട്ടീഷൻ ഓഫ് ബംഗാൾ, എന്തുകൊണ്ട് ബംഗാളിനെ ബ്രിട്ടീഷുകാർ വിഭജിച്ചു എന്നുള്ളതും, അതോടൊപ്പം തന്നെ എന്ത് റീസൺ ആണ് ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് എംപയർ ഇങ്ങനെ വിഭജിക്കാനുണ്ടായ കാരണം എന്താണ് എന്നുള്ളതാണ് അവർ പറഞ്ഞ കാരണം. ദ റിയൽ മോട്ടീവ്സ് ഓഫ് കഴ്സന്റെ റിയൽ മോട്ടീവ്സ്. ആരായിരുന്നു കഴ്സൺ? കഴ്സൺ വാസ് ദി ലോർഡ്. ആ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു കഴ്സൺ പ്രഭു. അപ്പൊ കഴ്സൺ പ്രഭുവിന്റെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ മോട്ടീവ്സ് എന്തായിരുന്നു, ബംഗാളിനെ വിഭജിക്കാനുള്ള കാരണങ്ങൾ എന്തായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ റിയാക്ഷൻ അഗെയിൻസ്റ്റ് ദ പാർട്ടീഷൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്നുള്ളത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഇപ്പൊ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് തുടങ്ങുന്ന കാലഘട്ടമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യുന്നു. ഇറ്റ് ബിക്കം എ പ്ലാറ്റ്ഫോം ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ടാക്സ്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ പോരാട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പക്ഷെ അത് ഒരു മാസ് മൂവ്മെന്റ് ആയിരുന്നില്ല. വിദ്യാസമ്പന്നരായിട്ടുള്ള മിഡിൽ ക്ലാസ് പീപ്പിളിൽപ്പെട്ട ആളുകൾ അതിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നയങ്ങൾക്കെതിരെ വളരെ സമാധാനപരമായിട്ട് പ്രതികരിച്ചിരുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. പക്ഷേ പാർട്ടീഷൻ ഓഫ് ബംഗാളിന്റെ ഈ ഒരു ബംഗാൾ വിഭജനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പാക്റ്റുകളിൽ ഒന്നായിരുന്നു ഈ നാഷണൽ മൂവ്മെന്റ് ബിക്കെയിം എ മാസ് മൂവ്മെന്റ്. അതാണ് റിയാക്ഷൻ അഗെയിൻസ്റ്റ് ദ ഇമ്പാക്ട് ഓഫ് ആന്റി പാർട്ടീഷൻ മൂവ്മെന്റ്. ഇതിലൊക്കെ പ്രധാനമായിട്ടും പറയുന്നത് എങ്ങനെയാണ് ഇത് ഒരു കാരണമായി എന്നുള്ളതാണ്. ബാക്ക്ഗ്രൗണ്ട്, ഗവൺമെന്റ് വേർഷൻ, real motives of Curzon, reaction against the partition, and impact of anti-partition movement. ഇത് ഇന്റർനാഷണൽ മൂവ്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളിൽ ഒന്നാണ്. ഇനി ഇതൊന്ന് മനസ്സിലാക്കുക, അതായത് എന്താണ് ബംഗാൾ എന്നുള്ളതെന്ന്. നമ്മളിപ്പോ ബംഗാൾ എന്ന് പറയുമ്പോൾ പക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് വെസ്റ്റ് ബംഗാളിന്റെ ചിത്രമായിരിക്കാം. അവിടെയുള്ള ഭരണാധികാരികൾ, അതല്ലെങ്കിൽ ഇപ്പൊ മമതാ ബാനർജിയൊക്കെ റീസെന്റ്ലി പത്രമാധ്യമങ്ങളിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഫിഗറുകളിൽ ഒരാളാണ്. അപ്പൊ ബംഗാൾ എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് വരൽ എന്താണ്? വെസ്റ്റ് ബംഗാൾ ആണ് വരുന്നത്. ആക്ച്വലി ആ കാലഘട്ടത്തിൽ നമ്മളിപ്പോ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബോംബെ, ബംഗാൾ, മദ്രാസ് എന്നൊക്കെ പറയുമ്പോൾ അത് അവിടെയുള്ള ചെറിയ സ്ഥലങ്ങളല്ല, അത് പ്രസിഡൻസികളാണ്. അപ്പൊ ഇവിടെ ബംഗാൾ പ്രസിഡൻസിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സംഗതി. അതായത് മദ്രാസ് എന്ന് പറയുമ്പോൾ കേരളം മദ്രാസിന്റെ ഭാഗമായിരുന്നു. ബോംബെ എന്ന് പറയുമ്പോൾ ഗുജറാത്ത് ബോംബെ പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. അപ്പോ ബംഗാൾ വിഭജനം എന്ന് പറയുമ്പോൾ ഇതാണ് ബംഗാൾ. 1905 ബ്രിട്ടീഷ് ഗവൺമെന്റ് വിഭജിച്ച ബംഗാൾ ഇതാണ്. ഇത് ലോവർ ബംഗാൾ, നോർത്ത് വെസ്റ്റേൺ പ്രോവിൻസ്, ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരു വലിയൊരു പ്രോവിൻസ് ആണ്. അതായത് ഇന്നത്തെ വെസ്റ്റ് ബംഗാള്, അതുപോലെ തന്നെ ബംഗ്ലാദേശ്, ബീഹാർ, ഒറീസ, ആസാം ഉൾപ്പെടെയുള്ള മുഴുവൻ ജിയോഗ്രഫിക്കൽ ഏരിയയും കവർ ചെയ്യുന്ന ഒരു വലിയ ടെറിട്ടറിയെയാണ് നമ്മൾ ബംഗാൾ എന്ന് പറയുന്നത്. അതല്ലാതെ വെസ്റ്റ് ബംഗാളിനെ അല്ല നമ്മൾ ബംഗാൾ എന്ന് പറയുന്നത്. മുഴുവൻ ബംഗ്ലാദേശും വെസ്റ്റ് ബംഗാളും ബീഹാറും ഒറീസയും ആസാമും ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ
കൂടിച്ചേർന്നിട്ടുള്ള വലിയൊരു ഭൂപ്രദേശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ബംഗാൾ എന്ന് പറയുന്നത്. ഈ ബംഗാളിനെയാണ് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് രാജ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ല, ബ്രിട്ടീഷ് രാജ് വിഭജിക്കുന്നത്. ഇതാണ് മൊത്തത്തില് ബംഗാൾ എന്ന് പറയുന്നത്. 1905 കഴ്സൺ പ്രഭു, ഇതാണ് കഴ്സൺ പ്രഭു വിഭജിച്ചത്. ബംഗാൾ വിഭജനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എത്തേണ്ടത് ബംഗാൾ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാൾ അല്ല, ബംഗാൾ എന്ന് പറയുന്നത് ഒരു പ്രോവിൻസ് ആണ്. ബ്രിട്ടീഷ് അധിനിവേശത്തില് ബ്രിട്ടീഷ് രാജിന്റെ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന വലിയ പ്രോവിൻസുകളിൽപ്പെട്ട ഒരു പ്രോവിൻസ് ആണ് ബംഗാൾ. ആ ബംഗാളിന് മുഴുവൻ ബംഗ്ലാദേശും, ഇന്നത്തെ ആധുനിക ഈ കാലഘട്ടത്തിലെ മുഴുവൻ ബംഗ്ലാദേശും വെസ്റ്റ് ബംഗാളും ബീഹാറും ഒറീസയും ആസാമും ഒക്കെ ഉൾപ്പെട്ടിരുന്ന വലിയൊരു പ്രദേശം. ഈ പ്രദേശത്തെയാണ് എന്താക്കിയത്, ഇത് കഴ്സൺ പ്രഭു, അന്നത്തെ വൈസ്രോയി കഴ്സൺ എന്ത് ചെയ്യുന്നത്, വിഭജിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയുള്ള കാരണങ്ങൾ ഇദ്ദേഹം പറയുന്നത് ഗവൺമെന്റിന്റെ വേർഷൻ ആണ് ഇനി പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ടു ബി ടു ലാർജ് ടു അഡ്മിനിസ്ട്രേഡ് ഡെവലപ്മെന്റ് ഓഫ് ബാക്ക്വേർഡ് ഓഫ് ആസാം ആൻഡ് സോൾവ് പ്രോബ്ലംസ് ഓഫ് ഫമൈൻസ് ആൻഡ് ഡിഫൻസസ് എന്നുള്ളതാണ്. അതായത് വെറുതെ അങ്ങ് വിഭജിക്കാൻ പറ്റില്ല. ആക്ച്വലി അവരുടെ മോട്ടീവ് വേറെ ആയിരുന്നു, അതിലേക്ക് നമുക്ക് വരാം. പക്ഷെ എന്താണ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ, അതായത് ബ്രിട്ടീഷ് രാജ്, കഴ്സൺ പ്രഭു, ആ കാലഘട്ടത്തിലെ വൈസ്രോയി കഴ്സൺ പ്രഭു എന്താണ് ഇതിന്റെ റീസൺ പറഞ്ഞതെന്നുള്ളതാണ്. ഈ റീസൺ ആണ് ഇവിടെ ഈ കാണുന്നത്. അതായത് ഗവൺമെന്റിന്റെ വേർഷൻ ആണ്. ഗവൺമെന്റ് എപ്പോഴും അങ്ങനെയാണ്. അതായത് യഥാർത്ഥത്തിലുള്ള കാരണം മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു കാരണം പറയാം. ടു ലാർജ് ടു ബി അഡ്മിനിസ്ട്രേഡ് ഡെവലപ്മെന്റ് ഓഫ് ബാക്ക്വേർഡ് ഓഫ് ആസാം ആൻഡ് സോൾവ് പ്രോബ്ലംസ് ഓഫ് ഫമൈൻ ആൻഡ് ഡിഫൻസസ്. ആ കാലഘട്ടത്തില് ഇതൊരു വലിയ പ്രോവിൻസ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, വലിയൊരു പ്രോവിൻസ് ആണ്. അപ്പോ അതിനെ ഭരിക്കാൻ വളരെയധികം പ്രയാസമാണ് എന്നതാണ് ഒന്നാമത്തെ കാരണമായിട്ട് പറഞ്ഞത്. അത് മാത്രമല്ല ആസാമും കൂടി ഇതിന്റെ ഭാഗമായിരുന്നു. ആസാമിലൊക്കെ മുസ്ലിം ഭൂരിപക്ഷം ആ കാലഘട്ടത്തിൽ അത്യാവശ്യം നല്ലോണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ടു ലാർജ് ടു ബി അഡ്മിനിസ്ട്രേഡ് ഡെവലപ്മെന്റ് ഓഫ് ബാക്ക്വേർഡ് ഓഫ് ആസാം ആൻഡ് സോൾവ് പ്രോബ്ലംസ് ഓഫ് ഫമൈൻ ആൻഡ് ഡിഫൻസസ്. ഈ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കഴ്സൺ പ്രഭു ബംഗാളിനെ വിഭജിക്കുന്നത്. പക്ഷെ ഇതായിരുന്നില്ല യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിലുള്ള മോട്ടീവ്. യഥാർത്ഥത്തില് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം, ബ്രിട്ടീഷ് ഭരണത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയില് നാഷണലിസം എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ദേശീയത എന്ന് പറയുന്ന സാധനം ഇന്ത്യയിൽ ഇവിടെ എമർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദേശീയതക്കനുസരിച്ച് ആളുകളിൽ ഉണ്ടാകുന്ന ആ മാറ്റങ്ങള്, ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്നും തുരത്താനുള്ള ആളുകളുടെ ചിന്തകളിലേക്കൊക്കെ പോകുമ്പോൾ ഇതിനെ തകർക്കുക എന്നുള്ളത് ഇവരുടെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് നമ്മളൊക്കെ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത്. ഇതിന്റെ പിന്നിൽ, അതായത് യഥാർത്ഥത്തില് ഇതിന്റെയൊക്കെ പിന്നില്, ഇങ്ങനൊരു ബംഗാൾ വിഭജനത്തിന്റെ പിന്നിലെ യഥാർത്ഥ റീസൺ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പൊ ഇനി വാട്ട് ഈസ് ദി റിയൽ മോട്ടീവ് ഓഫ് ദി ബ്രിട്ടീഷ് രാജ്? ഇതായിരുന്നു റിയൽ മോട്ടീവ്. ടു വീക്കൻ ദി കോൺഗ്രസ് ആൻഡ് ഇന്റർനാഷണൽ മൂവ്മെന്റ്, ടു ഡിവൈഡ് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറഞ്ഞല്ലോ. ടു ഡെമോൺസ്ട്രേറ്റ് സ്ട്രെങ്ത് ഓഫ് ബ്രിട്ടീഷ് രാജ്. ഇതായിരുന്നു ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം. അതായത് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ബംഗാളിനെ വിഭജിച്ചത് അഡ്മിനിസ്ട്രേഷൻ ശക്തമാക്കാനോ ആസാമിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല. ആക്ച്വലി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഇന്ത്യയുടെ ദേശീയ മുന്നേറ്റത്തെയും ചെറുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥ കാരണമാണ് പറയുന്നത്. ടു ഡിവൈഡ് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ്, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വിഭജിക്കുക എന്നുള്ളതാണ്. അതായത് ബംഗാളിനെ വെസ്റ്റ് ബംഗാളും ഈസ്റ്റ് ബംഗാളുമായിട്ടാണ് വിഭജിച്ചത്. ഈസ്റ്റ് ബംഗാളില് മുസ്ലിം ജനസംഖ്യ കൂടുതലായിരുന്നു, വെസ്റ്റ് ബംഗാളില് ഹിന്ദു ജനസംഖ്യ കൂടുതലായിരുന്നു. അപ്പോ വെസ്റ്റ് ബംഗാളും ഈസ്റ്റ് ബംഗാളും ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വിഭജിക്കപ്പെടുന്നത് മതങ്ങൾ കൂടിയാണ്. അപ്പൊ മതങ്ങൾ തമ്മിൽ വിഭജനം ഉണ്ടാക്കി, അതിൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഇന്ത്യയുടെ നാഷണൽ മൂവ്മെന്റിന്റെ റൈസിന്, ആ ഉയർന്നു വരുന്ന ഇന്ത്യയുടെ ദേശീയതയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബ്രിട്ടീഷുകാര്
ബംഗാളിനെ വിഭജിച്ചത് എന്നുള്ളതാണ്. ടു ഡെമോൺസ്ട്രേറ്റ് സ്ട്രെങ്ത് ഓഫ് ബ്രിട്ടീഷ് രാജ്. ഇതായിരുന്നു മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് ഇവരുടെ ശക്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ടും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വിഭജിക്കുന്നതിന് വേണ്ടിയിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിനെയും ശക്തി ഇല്ലാതാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാര് ബംഗാളിനെ വിഭജിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇതിൽ അവർ വിജയിച്ചോ എന്നുള്ള ഒരു ചോദ്യം കൂടി വരാം. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ഇമ്പാക്ട് ഇന്നും ഈ 2021 ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനൊക്കെ അതായത് ടു ഡിവൈഡ് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ്, ഇന്ത്യയില് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വിഭജിച്ചത് ബ്രിട്ടീഷുകാരാണ്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന അവരുടെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് അവരങ്ങനെ ചെയ്തു. ആ ചെയ്ത ഒരു കാര്യം ഇവിടെ ഇന്നും ബാക്കിയായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇതായിരുന്നു റിയൽ മോട്ടീവ്സ് ഓഫ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ. നെക്സ്റ്റ്, വാട്ട് വാസ് ദി റിയാക്ഷൻസ്? അതായത് ബംഗാളിനെ വിഭജിച്ച സമയത്ത് എന്തായിരുന്നു ഡേ ഓഫ് മോർണിംഗ് ആൻഡ് റിയാക്ഷൻ ഓഫ് പ്രസ്? നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ക്ലാസിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എന്നുള്ളത് വളരെ ഉയർന്ന തട്ടിൽ, അതായത് മിഡിൽ ക്ലാസ് ലെവലിന്റെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ ചേർന്നുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ ഭരണ സംവിധാനത്തിലുള്ള അപാകതകൾ ചൂണ്ടിക്കാണിക്കുകയും ആ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു, ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെത് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പാർട്ടീഷനോട് കൂടിയിട്ട്, ബംഗാളിന്റെ വിഭജനത്തോട് കൂടിയിട്ട് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇതിന്റെ റിയാക്ഷൻസ് എന്നുള്ള രീതിയിൽ പ്രസ്സുകൾ, പത്രമാധ്യമങ്ങൾ അതിശക്തമായിട്ട് ഇതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങി എന്നുള്ളതും, അതുപോലെ തന്നെ ദുഃഖാചരണങ്ങൾ, ബംഗാളിന്റെ പ്രാന്ത പ്രദേശങ്ങളിലൊക്കെ ദുഃഖാചരണങ്ങളും ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ ഉണ്ട്. അതായത് ഓരോ സാധാരണക്കാരനും അവന്റെ മനസ്സിലേക്ക് ഞങ്ങളെ വിഭജിച്ചു, ഞങ്ങൾക്കെതിരെ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ശക്തമായ തീരുമാനമെടുത്തു, ഞങ്ങളോടുള്ള ദ്രോഹമാണ് ഇത് എന്ന രീതിയിലേക്ക് ഒരു ഫീലിംഗിലേക്ക് അവരെത്തുകയും ഇത്തരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ടാവുകയും ചെയ്തു. ഈ റിയാക്ഷൻസിന്റെ ഒക്കെ ഒരു പരിണിത ഫലം എന്താണെന്ന് വെച്ചാൽ, പിൽക്കാലത്ത് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിന്റെ ഒരു മാസ് മൂവ്മെന്റ് ആയിട്ട് ഇതിനെ വളർത്താൻ വേണ്ടി, ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിന്റെ ഒരു മാസ് മൂവ്മെന്റ് ആയിട്ട് വളർത്തുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു, ഫസ്റ്റ് ഈവന്റ് ആയിരുന്നു ശരിക്ക് ബംഗാളിന്റെ വിഭജനം എന്നുള്ളതാണ്. അപ്പം ഇതാണ് റിയാക്ഷൻസ്. ഡേ ഓഫ് മോർണിംഗ്, ദുഃഖാചരണങ്ങൾ, അടുപ്പ് പോയാൽ, അതായത് ആളുകൾ ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കാതെ അവർ പ്രതിഷേധിച്ചുകൊണ്ട് ദുഃഖം ആചരിച്ചുകൊണ്ട് ശോകമൂകമായ ഒരു ബംഗാളിനെയാണ് അന്ന് കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. പിന്നീട് പ്രസ്സുകളുടെ അതിശക്തമായിട്ടുള്ള റൈസപ്പ് ഒക്കെ കണ്ടത് ഇതോടുകൂടിയിട്ടാണ്. ഓക്കെ, ഇതിന്റെ റിയാക്ഷൻസ്. ഇനി നമുക്ക് പറയാനുള്ളത് ഇമ്പാക്ട്സ് ആണ്. ഇമ്പാക്ട്സ് ഓഫ് ആന്റി പാർട്ടീഷൻ മൂവ്മെന്റ്, ബംഗാൾ വിഭജനത്തിന്റെ ഇമ്പാക്റ്റുകളാണ്. ഒന്നാമത്തത് വർക്കിംഗ് ഓഫ് കോൺഗ്രസ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് എ പ്ലാറ്റ്ഫോം ഓഫ് മിഡിൽ ക്ലാസ് പീപ്പിൾ. ഈ മിഡിൽ ക്ലാസ് പീപ്പിളിന്റെ അടിയിൽ എങ്ങനെയായിരുന്നു അവർ പ്രയർ ആൻഡ് പെറ്റീഷൻസ് ആയിരുന്നു അവർ ഫോളോ ചെയ്തിരുന്ന നടപടി. അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിലുള്ള അപാകതകൾ വളരെ സമാധാനപൂർവ്വം അത് ചൂണ്ടിക്കാട്ടുകയും അതിൽ തിരുത്തലുകൾ വേണമെന്ന് വളരെ സമാധാനപൂർവ്വം അവർ പറയുകയും ചെയ്തിരുന്ന ഒരു സംവിധാനമായിരുന്നു കോൺഗ്രസിന്റെ വർക്കിംഗ്. അതായത് ഒരു മോഡറേറ്റ് ഫേസ് ആയിരുന്നു. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് 1905 മുതൽ ഈ ബംഗാളിന്റെ വിഭജനത്തോട് കൂടിയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റ് കൂടി കോൺഗ്രസിൽ കാണുന്നുണ്ട്. അങ്ങനെയാണ് കോൺഗ്രസിന്റെ അകത്ത് തന്നെ വിഭജനം നടക്കുന്നത്, മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വർക്കിംഗ് ഓഫ് കോൺഗ്രസ് അതിൽ വലിയ തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടായി. രണ്ടാമത്തെ റെവല്യൂഷണറി ഓർഗനൈസേഷൻ, ബുള്ളറ്റ് ഫോർ ബുള്ളറ്റ്. നമ്മൾ പറയില്ല കത്തിക്ക് കത്തി ചോരക്ക് ചോര എന്ന് മലയാളത്തിൽ പറയില്ല, അതുപോലെ ബുള്ളറ്റ് ഫോർ ബുള്ളറ്റ്. അതായത് റെവല്യൂഷണറി ഓർഗനൈസേഷൻസ്, തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്നാണ് മലയാളത്തിൽ തന്നെ പറയാറ്. പക്ഷെ ആക്ച്വലി ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഒരിക്കലും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന ആളുകളെ ഒരിക്കലും നമ്മൾ തീവ്രവാദികൾ എന്ന് പറയാൻ പാടില്ല. അവര് വിപ്ലവാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, വിപ്ലവകരമായ ചിന്തകൾ, വിപ്ലവകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇങ്ങോട്ട് ആക്രമിച്ചാൽ അങ്ങോട്ട് ആക്രമിക്കണം, ഇത് നമ്മുടെ രാജ്യമാണ്, നമ്മുടെ നാടാണ്, നമ്മുടെ മണ്ണാണ്, നമ്മുടെ ആളുകളാണ്, നമ്മുടെ ആളുകളെ ഉപദ്രവിക്കുകയും നമ്മുടെ രാജ്യം കൈയടക്കുകയും നമ്മുടെ മണ്ണ് കവർന്നെടുക്കുകയും ചെയ്യുന്ന ആളുകൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കണം, അവർക്കെതിരെ അവരിങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കണം എന്ന നിലപാടിലേക്ക് പോകുന്ന ചിന്തയെ, വിപ്ലവാത്മകമായ ചിന്തയെ നമ്മൾ ഒരിക്കലും തീവ്രവാദം എന്ന് വിശേഷിപ്പിക്കാൻ പാടില്ല. അതിന് മറ്റ് തലങ്ങളുണ്ട്, മറ്റ് അർത്ഥങ്ങളുണ്ട്. അപ്പൊ ബംഗാളിൽ ആ കാലഘട്ടത്തിൽ നടന്നത് റവല്യൂഷണറി ഓർഗനൈസേഷൻ ആണ്. ഒരുപാട് റവല്യൂഷണറി ഓർഗനൈസേഷൻസ് രൂപീകരിക്കപ്പെടുകയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ രാജ്യത്തോട് ദ്രോഹം ചെയ്യുന്ന ഭരണാധികാരികൾക്കെതിരെ, ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തിരുന്നു അവരെല്ലാം എന്നുള്ളതാണ്. മൂന്നാമത്തെ ഇമ്പാക്ട് എന്ന് പറയുന്നത് ഡിവിഷൻ ബിറ്റ്വീൻ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് മുസ്ലിം ലീഗ്. അതായത്
ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത് 1906-ലാണ്. ബംഗാൾ വിഭജനം നടക്കുന്നത് 1905-ലാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വിഭജിച്ചു എന്ന് പറഞ്ഞു. അതായത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തെ ജനതയെ രണ്ടായിട്ട് വിഭജിച്ചു. നിങ്ങൾ ഹിന്ദുക്കളാണ്, നിങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന രീതിയിൽ ഭരണാധികാരികൾ തന്നെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന അവരുടെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട്, ബ്രിട്ടീഷുകാരുടെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് അവരുടെ ഭരണം ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് മുന്നേറി പോയാൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് പോരാടും എന്ന തോന്നലുണ്ടാവുമ്പോഴാണ് ഇവർ അങ്ങനെ ഒരു സംഗതിയിലേക്ക് പോയത്. ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ഇവർ രണ്ട് വിഭാഗങ്ങളാണ് എന്ന രീതിയിലേക്ക് വിഭജിക്കുകയും അങ്ങനെ അതിന്റെ ഫലമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോരാ, മുസ്ലിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സംഘടന വേണം എന്ന രീതിയിലേക്ക് ആളുകളുടെ ചിന്ത പോവുകയും മഹാഗാന്ധി നേതൃത്വത്തിൽ ആൾ ഇന്ത്യ മുസ്ലിം ലീഗ്, അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിക്കുകയും ചെയ്തു. ഇത് പാർട്ടീഷൻ ഓഫ് ബംഗാളിന്റെ ബംഗാൾ വിഭജനത്തിന്റെ റിസൾട്ടുകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പാക്ട് എന്ന് പറയുന്നത് സ്വദേശി ആൻഡ് ബോയ്ക്കോട്ട് മൂവ്മെന്റ്സ് ആണ്. സ്വദേശി ആൻഡ് ബോയ്ക്കോട്ട് മൂവ്മെന്റ്സ്, അതായത് ഫോറിൻ സാധനങ്ങൾ, ഫോറിൻ ഉൽപ്പന്നങ്ങൾ, ഫോറിൻ നയങ്ങള്, രീതികള്, ആ സംസ്കാരങ്ങളെല്ലാം ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട്, അവിടുത്തെ വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട് സ്വദേശി എന്ന തലത്തിലേക്ക് മാറുന്നു. അതായത് നമ്മൾ നൂറ്റ നൂല് കൊണ്ട്, നമ്മൾ നെയ്ത വസ്ത്രം കൊണ്ട് നമുക്ക് ഉടുത്തൊരുങ്ങാം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഈ രാജ്യത്ത് ഇവിടെ ഉണ്ടാക്കുന്ന, നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നുള്ളതാണ്. വിദേശ നിർമ്മിത വസ്ത്രങ്ങളൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചുകൊണ്ട് ആളുകൾ പ്രതിഷേധിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ. പക്ഷെ ബംഗാൾ വിഭജനത്തിന്റെ ഫലമായിട്ടുണ്ടായ സ്വദേശി മൂവ്മെന്റിൽ നിന്നും പല ശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങള്, അതുപോലെ തന്നെ ഇന്ത്യൻ മോഡൽ സ്കൂളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ദേശീയ നേതാക്കൾ സ്വന്തമായിട്ട് സ്കൂളുകൾ സ്ഥാപിക്കുകയും ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച സ്കൂളുകളിൽ നിന്നും പഠനം മതിയാക്കിക്കൊണ്ട്, പഠനം നിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ ദേശീയ നേതൃത്വത്തിലുള്ള മുതിർന്ന ആളുകൾ ഉണ്ടാക്കിയ സ്കൂളുകളിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് വന്നു ചേരുകയും ഒക്കെ ആളുകൾ ചെയ്തു എന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ ഇമ്പാക്റ്റുകൾ, ആന്റി പാർട്ടീഷൻ മൂവ്മെന്റിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത്. പരിണിത ഫലങ്ങൾ എന്ന് പറയുന്നത് ബംഗാൾ വിഭജനത്തിന്റെ പരിണിത ഫലങ്ങൾ, വർക്കിംഗ് ഓഫ് കോൺഗ്രസ്, കോൺഗ്രസിന്റെ പ്രവർത്തനത്തിലും കോൺഗ്രസിന്റെ പ്രകടനത്തിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, ഇന്ത്യയിൽ വിപ്ലവാത്മകരമായിട്ടുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും ഉണ്ടായി എന്നുള്ളതാണ്. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ സംഘടിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടുന്ന രീതിയിലേക്ക് സംഘടിക്കുകയുണ്ടായി. മൂന്നാമത്തത്, ഡിവിഷൻ ബിറ്റ്വീൻ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ആൻഡ് ഫോർമേഷൻ ഓഫ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിന്റെ രൂപീകരണവും, മുസ്ലിം ലീഗ് രൂപീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, മുസ്ലിം ലീഗ് രൂപീകരിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് രാഷ്ട്രീയ സംഘടന വേണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അവിടെ രാഷ്ട്രീയ സംഘടന ഉണ്ടാകുന്നു, മുസ്ലിം ലീഗ് ഉണ്ടാകുന്നു. സ്വദേശി ആൻഡ് ബോയ്ക്കോട്ട് മൂവ്മെന്റ്. ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞാൽ ബഹിഷ്കരണമാണ്, ബഹിഷ്കരിക്കുകയാണ്. വിദേശ നിർമ്മിത ഉൽപ്പന്നങ്ങളും അവിടുത്തെ ഉപഭോഗ സംസ്കാരങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് സ്വദേശിയിലേക്ക്, നമ്മുടെ സെൽഫ് മെയ്ഡിലേക്ക് സാധനങ്ങൾ മാറ്റുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റുകളൊന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, പാർട്ടീഷൻ ഓഫ് ബംഗാൾ, ബംഗാളിന്റെ വിഭജനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈവന്റുകളിൽ ഒന്നാണ്. ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ്, ഒരു ടേണിംഗ് പോയിന്റ് ആണെന്ന് തന്നെ നമ്മൾ പറയണം. കാരണം ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിനെ മാസ് മൂവ്മെന്റ് ആക്കുന്നത് ഈ ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള പ്രതിഷേധമാണ്, ഇതിന്റെ ഇമ്പാക്റ്റുകളാണ് എന്നുള്ളതാണ്. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞത്. അതായത് ഇത് ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിന്റെ ഗവൺമെന്റ് വേർഷൻ അറിയേണ്ടതുണ്ട്, റിയൽ മോട്ടീവ്സ് അറിയേണ്ടതുണ്ട്, ഇതിന്റെ റിയാക്ഷൻസ്, ഇതിന്റെ ഇമ്പാക്ട്സ്. ഇത്രയും കാര്യങ്ങളാണ് ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടും കൂടി, അതായത് ഒന്നും കൂടി വിശാലമായിട്ട് ഡീപ്പായിട്ട് ഇതിലേക്ക് നമ്മൾ പോവേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബംഗാൾ വിഭജനത്തിന്റെ ബാക്കി കാര്യങ്ങൾ കൂടി, എങ്ങനെയാണ് ഇതിനെ ഒരു മാസ് മൂവ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തത് എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഇതിന്റെ അനന്തര ഫലമായിക്കൊണ്ട് എങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ വർക്കിംഗ് ലീഗ്, എക്സ്ട്രീമിസ്റ്റ് ആൻഡ് മോഡറേറ്റ്സുകളുടെ വിഭജനം എന്നും മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഡിസ്കസ് ചെയ്യാനുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നന്ദി, എല്ലാവർക്കും നന്ദി. അടുത്ത ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.